ഇന്ന് നമ്മൾ ഒരു മിക്സ്ഡ് ചിക്കൻ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോൾ കുറച്ച് പെരുംജീരകം, അതായത് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ആ ഒരു ചോപ്പ് ചെയ്തതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ സവാളയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയ സവാളയും എടുത്ത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സവാള ഒന്നങ്ങ് വഴന്ന് വന്നാൽ ഇതിനകത്തോട്ട് നമ്മൾ പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് ഉരുളക്കിഴങ്ങ് കേട്ടോ. 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ടിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി പൊട്ടറ്റോയും കൂടെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പൊട്ടറ്റോയൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് മാത്രം മതി കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ബീൻസ് ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ക്യാബേജ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് എന്ത് വേണോ അത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉപ്പ് ശകലം കുറവുണ്ടായിരുന്നു കേട്ടോ. നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ച ചിക്കനാണ് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങ് ഒതുക്കിയെടുത്ത് അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറി ലീവ്സ് ഉണ്ടെങ്കിൽ കറി ലീവ്സ് ചേർത്ത് കൊടുത്താലും മതി. മല്ലിയിലയാകുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറേശ്ശെ മാത്രം. കുറച്ച് മുളക് പൊടി, അതായത് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി, കണ്ടില്ലേ, കളറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാവരും 1/4 ടീസ്പൂണിൽ താഴെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്നും കൂടെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതിയേ, വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് ഒരു മുട്ട, ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ മൈദാമാവാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 2 കപ്പ് മൈദാമാവ്, ഒരു ചെറിയൊരു കപ്പിന് 2 കപ്പ് മൈദാമാവ്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ അടിച്ചെടുക്കുക. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ നിങ്ങളൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. എത്രയാണ് നിങ്ങൾക്ക് മാവ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ. എന്നിട്ട് നമ്മൾ ദോശയായിട്ട് ചെറിയ ചെറിയ ദോശകളായിട്ട് നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കണം കേട്ടോ. തീരെ തിന്നായിട്ട് ചുട്ടെടുക്കണം കേട്ടോ. കുറച്ച് വലിപ്പമുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് റോളിൻ്റെ നീളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ചുട്ടെടുത്താൽ മതി. കണ്ടില്ലേ, ഞാൻ അങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ചുട്ടെടുത്ത്. തീരെ കനം കുറഞ്ഞ ദോശകളായിട്ടാണ് കേട്ടോ ചുട്ടെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മിക്സിലോട്ട് കുറച്ച് മയണൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. മയണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തിരിക്കട്ടെ. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അത് കണ്ടിട്ട് ഉണ്ടാക്കിയാൽ മതിയേ. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് ആഡാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അതുകൊണ്ടാണ് മയണൈസിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ പെട്ടെന്ന് കാണിക്കാൻ കേട്ടോ. അതുപോലെ മയണൈസോ കച്ചപ്പോ എന്താ നിങ്ങൾക്ക് വേണ്ടത്, ആ ടേസ്റ്റ് എന്തിനാണ് നിങ്ങൾക്ക് എന്തിൻ്റെ ടേസ്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. മയണൈസും കച്ചപ്പും ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് ഓരോ ദോശ വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് വെച്ച് കൊടുക്കുക. മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ റോളാക്കി എടുക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റോളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എളുപ്പമായിരിക്കും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതുപോലെ ആക്കി എടുക്കാവേ. ഒരു ഈസി സ്നാക്സ് ആണ് കേട്ടോ. ഈ ഒരു ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്സ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ റോളും അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ 2 മുട്ട പൊട്ടിച്ചതാ ഒഴിച്ച് ബാറ്ററായിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിനകത്തോട്ട് മുക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ബ്രെഡ് ക്രംസിലോട്ട് കോട്ട് ചെയ്തെടുക്കും. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ.
ഇഫ്താറിന് നമ്മൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റി റെസിപ്പികളാണല്ലോ തയ്യാറാക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ വിചാരിക്കും എന്താണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി റെസിപ്പികൾ തയ്യാറാക്കിയാൽ നമുക്ക് ഓരോ ദിവസവും കളർഫുൾ ആക്കുക. നല്ല ടേസ്റ്റുമാണ്, കഴിക്കാൻ എളുപ്പമാണ് കേട്ടോ. എളുപ്പത്തിലുള്ള സ്നാക്സ് മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇതൊരു ഈസി റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മളിതാ ഇതുപോലെ എല്ലാം തന്നെ കോട്ട് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മളിതാ എല്ലാം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചൂടായ പാനിലോട്ട് ഓരോ റോളും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഈ ഒരു നോമ്പിന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ നോമ്പാകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തട്ടിക്കൂട്ടാണല്ലോ നമ്മുടെ പരിപാടി. അപ്പോൾ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട. അങ്ങനെ നമ്മുടെ രണ്ട് സൈഡ് ഇത് അവിടെ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിനെല്ലാം കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള റോളും ഇതുപോലെ ഒന്നങ്ങ് ആക്കിയെടുക്കാം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായാലും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കില്ല. നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഒന്നും ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതാ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.